എല്ലാവർക്കും ഡിജിറ്റ് മേളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഒപ്പോയുടെ ഒരു പുതിയ സ്മാർട്ട് ഫോണുമായിട്ടാണ്. നമുക്കറിയാം ഒപ്പോയുടെ റെനോ സീരീസ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ എത്തിയിരുന്ന നല്ല സ്മാർട്ട് ഫോണാണ്. എസ്പെഷ്യലി നമുക്ക് ക്യാമറയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് പുറത്തിറങ്ങിയ മോഡലുകളായിരുന്നു റെനോ സീരീസ്. ആ റെനോ സീരീസിൽ നിന്നും ഇപ്പോൾ റെനോ 3 Pro എന്ന മോഡൽ ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പറയട്ടെ, ഈ വീഡിയോ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഫോൺ ഇന്ത്യൻ വിപണിയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇത് മെൻഷൻ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും അമർത്തുക. അതിനുശേഷം ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ഡയറക്റ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒപ്പോയുടെ റെനോ 3 Pro എന്ന ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചറിൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറയാണ്. ക്വാഡ് ക്യാമറയാണ്, അതും 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറയാണ്. സെക്കൻഡ് നമുക്ക് പറയേണ്ടത് സെൽഫിയാണ്. ഡുവൽ സെൽഫി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഡുവൽ സെൽഫി എന്ന് പറയുമ്പോഴത്തേക്ക് 44 മെഗാ പിക്സലിൻ്റെ ഡുവൽ സെൽഫിയാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്. 44 മെഗാ പിക്സലാണ്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഫീച്ചറുകളിലൊന്നാണ് ഇതിൻ്റെ ക്യാമറ. റെനോ സീരീസിൻ്റെ 10x സൂം ആയിക്കോട്ടെ, എല്ലാം ക്യാമറകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടെത്തിയ ഫോണുകളായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഇപ്പം റെനോയുടെ 3 Proയും എത്തിയിരിക്കുകയാണ്. അതിന് നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് കിടക്കാം. 6.4 ഇഞ്ചിൻ്റെ സൂപ്പർ അമലോഡ് ഡിസ്പ്ലേ ആണ്. അതായത് സൂപ്പർ അമലോഡാണ് ഈ ഫോണുകൾക്ക് നൽകിയിരിക്കുന്നത്. ഡുവൽ പഞ്ച് ഹോൾ അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഡുവൽ പഞ്ച് ഹോൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ പറയേണ്ടത്, ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ക്യാമറകളെക്കുറിച്ച്. പിന്നെ നമുക്ക് പറയേണ്ടത് അതിൻ്റെ കളർ OS ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ മൊത്തത്തിൽ ഒപ്പോയുടെ സ്മാർട്ട് ഫോണുകളെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു വേരിയൻറ്റ് തന്നെയാണ് ഈ റെനോയുടെ ഈ സീരീസ്. പിന്നെ നമുക്ക് ഇവിടെ ഇന്ത്യയിലിരിക്കുന്ന 8GB റാം വേരിയൻ്റ് ആണ്. 8GB റാം വേരിയൻ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 128GB സ്റ്റോറേജും ഉണ്ട്. ഒരു നോർമൽ യൂസേഴ്സിനെ മുകളിൽ ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു വേരിയൻ്റാണ് ഇത്. 8GB റാം എന്ന് പറയുന്നത് നമുക്ക് നോർമലായിട്ട് ഒരു 6GB റാം വരെ ഇപ്പം മതി. നമുക്ക് സ്റ്റാൻഡേർഡ് ഒരു നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നവർക്കായാലും അല്ലെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ യൂസ് ചെയ്യുന്നവർക്കായാലും കാണുന്നവർക്കായാലും ഒരു 6GB റാം 128 വരെ മതി. ബട്ട് അതിലും കുറച്ചും കൂടി മുകളിൽ 8GB റാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 വേർഷനാണ് ഈ മോഡലുകൾക്ക് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ റെനോയുടെ 3യിൽ പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ റെനോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാമറ തന്നെയാണെന്ന്, സെൽഫിയാണ്. അതോടൊപ്പം തന്നെ നമുക്കിതിൽ ബാറ്ററി ഏറ്റവും മികച്ച ഒരു കാര്യമാണ്. അതായത് ഫോണിൽ ഏറ്റവും മികച്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. 4025 mAh ബാറ്ററി ലൈഫ്, ഒപ്പം 30 വാട്ടിൻ്റെ VOOC ഫ്ലാഷ് ചാർജ് നമുക്ക് ഇതിൻ്റെ ഒപ്പം ലഭിക്കുന്നുണ്ട്. 8GB റാം, 128GB സ്റ്റോറേജ്, 256GB മറ്റൊരു വേരിയൻറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാമറയിലേക്ക് കിടക്കുകയാണെങ്കിൽ 64+, 13+, 8+, 2 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ, 64-ൻ്റെ അൾട്രാ ക്ലിയർ മെയിൻ ക്യാമറ, പിന്നെ 13 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്, 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാ പിക്സലിൻ്റെ മോണോ ലെൻസ്. ഇനി സെൽഫിയിലേക്ക് വരികയാണെങ്കിൽ 44 മെഗാ പിക്സലിൻ്റെ 2 സെൽഫി ഉണ്ട്. 44 മെഗാ പിക്സലിൻ്റെ അൾട്രാ ക്ലിയർ മെയിൻ ക്യാമറ. അതോടൊപ്പം രണ്ടാമത്തെ ക്യാമറ എന്ന് 2 മെഗാ പിക്സലിൻ്റെയാണ്. ഡെപ്ത് ഓഫ് ഫീൽഡ് ലെൻസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ 2 ക്യാമറകൾ നമുക്ക് ഫ്രണ്ടിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ നമുക്ക് ഈ 2 വേരിയൻറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 8GB റാം, 128GB സ്റ്റോറേജ്, മറ്റൊരു വേരിയൻറ്റ് 256GB സ്റ്റോറേജ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഫീച്ചറുകൾ. നമുക്കിനിയും ക്യാമറയിലേക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. സ്ലോ മോഷനൊക്കെ ഉണ്ട് നമുക്കതിൽ. നമുക്ക് അതിൻ്റെ 64-ൻ്റെ ഒരു ക്ലാരിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ക്യാമറയുടെ ഒരു ക്ലാരിറ്റി ലൈറ്റിലൊക്കെ നമുക്ക് എടുത്തറിയാൻ സാധിക്കുന്നുണ്ട്. നല്ല ലൈറ്റിലാണ് നമുക്ക് നല്ല രീതിയിൽ പിക്ചറുകൾ എടുക്കാൻ സാധിക്കും. സെൽഫി ആയിക്കോട്ടെ നമുക്ക് നല്ല ക്യാമറ ഒരു ക്ലാരിറ്റി നൽകുന്നുണ്ട്. 44 എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ഒരു ക്ലാരിറ്റി കാഴ്ച വെക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ അല്ല, ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അൺബോക്സിങ് പോലെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. റിവ്യൂ ഉടൻ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റിൻ്റെ തന്നെ മലയാളത്തിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. നിങ്ങളെ സംശയം റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സംശയവും ഒപ്പം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരുപാട് കമൻസുകൾ വരുന്നു. അതും ഈ വീഡിയോയിൽ ഞാൻ വീണ്ടും പറഞ്ഞു, ഈ ഫോൺ നമ്മൾ മറ്റു വീഡിയോയിൽ നിന്ന് എടുക്കുന്ന ഫോണല്ല. ഇത് നമ്മുടെ സ്വന്തം റിവ്യൂ പർപ്പസിന് വേണ്ടി കമ്പനി തരുന്ന ഫോണാണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ നിന്നും ഇത് കട്ട് ചെയ്യുന്ന കോപ്പി ചെയ്യുന്നതല്ല, ഡിജിറ്റിൻ്റെ സ്വന്തം ഡിവൈസാണ്.
റിവ്യൂ പർപ്പസിന് വേണ്ടി മാത്രം ലഭിക്കുന്ന ഡിവൈസാണിത്. കാരണം ഒരുപാട് കമൻറ്റ്സ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ താഴെ വരുന്നുണ്ട്, ഇന്ന് ലോഞ്ചായ ഫോൺ എങ്ങനെയാണ് നിങ്ങൾ കൈ കിട്ടിയെന്ന്. അതിനുള്ള ഉത്തരമാണ് ഇന്ന് നമുക്ക്. ഈ ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയതിന് കുറച്ച് നാൾ മുമ്പ് തന്നെ നമ്മുടെ കൈ കിട്ടും. ലോഞ്ചായ ശേഷമാണ് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് വില പറയാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ ഒപ്പോയുടെ Reno 3 സീരീസിൽ ഏറ്റവും പുതുതായിട്ട് പുറത്തിറങ്ങിയ പ്രോ എന്ന മോഡലാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയൊരു കമൻറ്റുകൾ തന്നെ ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.